ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 65 ശ്ലോകം 8-9. ജാരാത്മനാന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാഃ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കദഞ്ജിത് ചിത്തേ വഹന്നമൃതമശ്രമമശ്നുവീയ. അഭ്യാഗതാഭിരഭിതോ വ്രജസുന്ദരീഭിർമുഗ്ധസ്മിതാർദ്രവദനഃ കരുണാവലോകീ. നിസ്സീമകാന്തിജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈകഹൃദ്യ ഹരമേ പവനേശരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജാരാത്മന ന പരമാത്മതയാ സ്മരന്ത്യഃ നാര്യഃ ഗതാഃ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കദഞ്ചിത് ചിത്തേ വഹൻ അമൃതം അശ്രമം അശ്നുവീയ. അഭ്യാഗതാഭിഃ അഭിതഃ വ്രജസുന്ദരീഭിഃ മുഗ്ധസ്മിത ആർദ്രവദനഃ. വ്രജസുന്ദരീഭിർമുഗ്ധസ്മിതാർദ്രവദനഃ കരുണാ അവലോകീ. നിസ്സീമ കാന്തി ജലധി ത്വം അവേക്ഷ്യമാണഃ. നിസ്സീമ കാന്തി ജലധിസ്ത്വം അവേക്ഷ്യമാണഃ. വിശ്വൈക ഹൃദ്യ ഹര മേ പവനേശ രോഗാൻ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തില് ചെന്നു കൈവല്യം കടച്ച ഗോപികമാരെ കുറിച്ച് ആർക്കൊരാൾക്ക് രാസത്തുക്ക് വര മുടിയില്ലയോ. കൃഷ്ണനോട് വേണുഗാനത്തെ കേട്ട് യമുന നദിക്കരയ്ക്ക് വര മുടിയല്ലയോ. അവൾക്കെല്ലാം ശരീരത്തെ വിട്ട് ചൈതന്യം ഭഗവാനിൽ പോയി ലയിച്ചത് அப்படின்னு சொல்றான். அப்படிയുള്ള മുക്തി കടച്ച ഗോപികമാരെയും ചൊല്ലറാം. അടുത്തതില് നാര്യഃ പരമാത്മതയാ ന ജാരാത്മനാ സ്മരന്ത്യഃ ക്ഷണേന പരമഹംസിം ഗതാഃ. ഇങ്ങ വെറും സ്ത്രീകൾന്നാ അവൾക്ക് പഠിപ്പ് ജ്ഞാനം ഒന്നുമില്ല. ഇടയ പെൺകുട്ടികൾ, ഇടയ പെൺകൾ. അവൾക്ക് പശുവെ കറക്കത്തെരിയും, അത് കാച്ചി പാല് ഒറൊഴിച്ച് തൈരാക്കത്തെരിയും, അതൊക്കെ അലക്കി അതിലെന്ത് വെണ്ണയെടുക്ക തെരിയും, നെയ്യാക്കത്തെരിയും. ഇത്രയെല്ലാം തന്നെ അവൾക്ക് തെരിയുമേ തവിര ഇത് വിട്ട് ഇനിയൊരു ലോകത്തെ കുറിച്ച് കൂടി അവൾക്ക് தெரியாது. அப்படிയുള്ള அந்த ഗോപസ്ത്രീകൾക്ക് പരമാത്മാ ആക്കം കൃഷ്ണൻ அப்படின்னு കൂടി അവൾക്ക് தெரியாது. അവ വെറും ഒരു കുഴന്തയല്ലാട്ടോ, ഒരു ജാരൻകര നിലയില്, ജാരാത്മനാന്നേ ചൊല്ലാം, ഒരു ജാരൻകര നിലയില് സ്മരിച്ച് അവൾക്ക് പരമഹംസന്മാർക്ക് കൂടി കടക്കാത്ത പരമഹംസിം ഗതാഃ. പരമഹംസ രൂപത്തിലിരിക്കപ്പെട്ടവാൾക്ക് കൂടി കടക്കാത്ത പരമാത്മം തത്വം ഗതി ഇവാൾക്ക് കടച്ചിരിക്ക്. പ്രകാശ പരമാത്മതനും തം ത്വാം കദഞ്ജിത് ചിത്തേ വഹൻ അശ്രമം അമൃതം അശ്നുവീയ. തെളിഞ്ച പരമാത്മസ്വരൂപത്തോടുകൂടിന ഭഗവാന് ഏത് രീതിയില് മനസ്സിൽ ധരിച്ചാലും അവൾക്ക് അമൃതം അനുഭവമാകും. அப்படிന്ന മോക്ഷം കടയ്ക്കും. അത് ചൊല്ലുക. നമ്മൾ നാമങ്ങൾ ചൊല്ലി 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 ഭാവത്തിൽ എത്തുവും, പരമഭക്തിയിൽ എത്തുവും. ഇവാൾക്ക് കൃഷ്ണൻകറത് വിട്ട് വേറൊന്നും ഇല്ലയിങ്കറ അവസ്ഥയേക്ക് അവളോട് വീടെവിടെ അടുത്തേക്ക് തയ്യാറാക്കും. പതി കുഴന്തകൾ
ബന്ധുക്കൾ எல்லாரையும் விட்டு சகலதையும் என்னென்ன செய்திருக்காளோ எல்லாத்த அப்படி அப்படியே போட்டுட்டு பகவான അവിടെ அந்த வேணுகானத்துக்கு ஓடி வரான். அப்படி எல்லாத்தையும் விட்டுட்டு வரப்பட்டவாளுக்கு திரும்பி போனால் என்னாகும் கூட தெரியாது. அப்படி இருந்தும் அவ அதை விட்டுட்டு வர அப்படி உள்ளவாளுக்கு பகவான் மோட்சத்தை கொடுக்கிறார் அப்படின்னு சொல்றார். அபிதஹ அபியாகதாபிஹி व्रजसुन्दरीभिः मुग्धस्मितार्द्रवदनः கருணாவலோகி. இந்த ரெண்டு சைடுலையா நிறந்து இந்த கோபசுந்தரிகள் கோபஸ்திரீகள் நிற்கிறாளாம். நடுவுல முக்தஸ்மிதார்திரவதனக ரொம்ப அழகா மந்தஹாசம் பண்ணிந்து கருணாவலோகி கருணா கடாட்சம் பொழிஞ்சிந்து நெசீமகாந்தி ஜலதிகி அப்படி ஒரு அழகாம் அழகு இப்படி துளும்பி வழியறா மாதிரி அந்த அளவுக்கு அழகுள்ள அந்த கிருஷ்ணர் அவேக்ஷியமானகாத்துவம் அப்படி உள்ள அந்த பகவானை பார்த்து பகவான் நடுவுல நிற்கிறார். ரெண்டு சைடுலேயுமா இந்த கோபஸ்திரீகள் நிற்கிறா. விஸ்வைக ஹிருத்யா பவனேஷா மே ரோகான்ஹரா அப்படி எல்லாருக்கும் அந்த ஒரு காட்சியை கொடுக்கப்பட்ட ஹே கிருஷ்ணா, ஹே குருவாயூரப்பா, എല്ലാവർക്കും ഹൃദയപ്രിയനാണ് ഹേ ഗുരുവായൂരപ്പ, എന്നോട് രോഗങ്ങളെല്ലാം തീർക്കണമേ அப்படின்னு சொல்கிறேன். ഹൃദയത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഇരിക്കും. ശരീരത്തിൽ മാത്രമല്ല, ഹൃദയത്തിൽ ഇരിக்கிற മനോമാലിന്യങ്ങൾ முதல்ல இல்லாதக்கானால் பாக்கியெல்லாம் தானா மாறிக்குங்கிறது இங்கே காட்டுறோம். இந்த ஒரே ஒரு ദശകത്തിൽ മാത്രം 9 ശ്ലോകമാക്കും. ബാക്കി എല്ലാത്തിലും 10 ഇല്ലട്ടാ, 10ക്ക് മേലെ ചില ശ്ലോകങ്ങളിലിരിക്കും. ഇന്തൊരു ദശകത്തിൽ മാത്രം 9 ശ്ലോകങ്ങൾ തന്നെ കാണുക. ഇതെല്ലാം ചെയ്യർത്തയും എന്നെ നനച്ചിക്കണം. ഇങ്ങനെ കൃഷ്ണർക്ക് എത്ര വയസ്സ്? 11 വയസ്സ്. 10 വയസ്സ് മുടിഞ്ഞ് 11 വയസ്സാകപ്പെട്ട കൃഷ്ണരാക്ക്. அப்படியுள்ள ஒரு குழந்தை மேலே எந்த மாதிரி ஒரு அன்பு இருக்கும். ഇപ്പോൾ ലവ് ചൊല്ലടത്ത് 90 വയസ്സാന താത്താക്ക് 5 വയസ്സാന കുഴന്തയിട്ടിരിക്കപ്പെട്ടതും ലവ് ആക്കും. ഇല്ലാട്ടാ 90 വയസ്സാന പാട്ടിക്ക് 10 വയസ്സാന കുഴന്തയിട്ടിരിക്കപ്പെട്ടതും ലവ് ആക്കും. അപ്പോൾ அந்த രീതിയിൽ വേണമെങ്കിൽ பார்க்கறதுக்கு ஒரு சின்ன குழந்தையான கிருஷ்ணர் பரமாத்மாவாக்கும் தெரியாது. அந்த கிருஷ்ண லீலகளே இந்த 10 வருஷமாக இவா நினைச்சிருந்திருக்கா. പുറന്തന്നിയിലേതേ അവ കൃഷ്ണോത്സവം ആഘോഷം പണിന ഒവ്വൊരു കൃഷ്ണലീലകളിലെയും അവ അത്ഭുതമാ. அந்த ഇത് ഗോവർദ്ധനത്തെ തൂക്കറയും ചെന്നപ്പോൾ ഭയമില്ലാക്കി പോയി നിന്ന அந்த അമാനുഷികமான ശക്തിയാക്കും കൃഷ്ണന് തെരിഞ്ചിട്ട് അവ அந்த കൃഷ്ണന് പ്രേമ പണ. ഹരേ കൃഷ്ണ.